ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ഇതാണ് ചാവക്കാട് ബൈപ്പാസ്. 2 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. അതുപോലെ തന്നെ മണത്തലയിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നീട് ബില്യം സ്റ്റോപ്പിന്റെ അവിടെയാണ് ഈ ചാവക്കാട് ബൈപ്പാസ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് മണത്തല ഭാഗത്ത് പുതിയ FOB ഫുട് ഓവർ ബ്രിഡ്ജ് പാസ്സായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. തൃശ്ശൂർ ജില്ലയിലെ ആദ്യ റീച്ചായ കാപ്രിക്കാട് മുതൽ തളിക്കുളം വരെ ഉള്ളതിലാണ് ചാവക്കാട് ബൈപ്പാസ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഈ ബൈപ്പാസിലാണ് സ്റ്റീൽ കോമ്പോസിറ്റ് ഗർഡർ ഉപയോഗിച്ചിട്ട് ഒരു പാലം നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ബൈപ്പാസ് തുടങ്ങുന്ന മണത്തല ജംഗ്ഷനിൽ ഒരു അണ്ടർപാസും പിന്നീട് ഇത് അവസാനിക്കുന്ന വില്യം സ്റ്റോപ്പിന്റെ അവിടെ ഒരു അണ്ടർപാസും ഉണ്ട്. അപ്പൊ ഇതാണ് സ്റ്റീൽ കോമ്പോസിറ്റ് ഗർഡർ കേട്ടോ. ഇവിടെ ഒരു കനോലി കനാൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അതിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്ട്രക്ചർ പൂർണ്ണമായിട്ട് സ്റ്റീലാണ്. അതുപോലെ തന്നെ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും മാത്രമേ PSC ഗർഡർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളാണ് നടക്കാനുള്ളത്. ചാവക്കാട് ബൈപ്പാസിൽ പൂർണ്ണമായിട്ട് സർവീസ് റോഡുകളില്ല. അതുപോലെ തന്നെ 2 അണ്ടർപാസും 2 പാലവുമാണ് ചാവക്കാട് ബൈപ്പാസിലുള്ളത്. ബൈപ്പാസ് തുടങ്ങുന്ന മണത്തല ഭാഗത്ത് 2 സൈഡിലും സർവീസ് റോഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡ് വരുന്നത് വില്യം സ്റ്റോപ്പിൽ വരുന്ന അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലാണ്. വലിയ ഗതാഗതക്കുരുക്കുള്ള ചാവക്കാട് ടൗണിനെ ഒഴിവാക്കിയിട്ടാണ് ഈ ചാവക്കാട് ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ബൈപ്പാസ് കൊണ്ട് ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്നത് വലിയ വാഹനങ്ങൾക്കാണ്. അപ്പൊ മണത്തലയിൽ നിന്ന് തുടങ്ങി 2 കിലോമീറ്റർ വരുന്ന ചാവക്കാട് ബൈപ്പാസ് അവസാനിക്കുന്നത് വില്യം സ്റ്റോപ്പിലാണ്. അപ്പൊ ഇവിടെയാണ് അണ്ടർപാസ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് അണ്ടർപാസ്. അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.